Hey guys, welcome back to my YouTube channel Crazy Vibes with Surya. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയില്ലേ ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ നമ്മൾ തട്ടിക്കൂട്ടുന്ന ചില സാധനങ്ങളൊക്കെ കാണുമല്ലോ, ഭയങ്കര ടേസ്റ്റി ആയിരിക്കും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലേ. ഇന്ന് അതുപോലെ ഒരു ഐറ്റം ആണ് കേട്ടോ. വീട്ടിൽ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ഒരു കറിയാണ്. സത്യത്തിൽ ഇതിന് ഞാൻ പേര് പോലും ഇട്ടിട്ടില്ല. മേ ബി ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴായിരിക്കും ഞാനൊരു പേര് തന്നെ ഡിസൈഡ് ചെയ്യുന്നത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളൊരു കറിയാണ് കേട്ടോ. വളരെ കുറച്ചേ ഞാൻ ഉണ്ടാക്കിയുള്ളായിരുന്നു. നിങ്ങൾക്ക് ആ ഐറ്റംസ് എടുത്ത് വെച്ചേക്കുന്ന കാണുമ്പോൾ അറിയാം. പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ ഇത് കിടിലമായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് സൂര്യ. ഞാനൊരു യൂട്യൂബറാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഒരു ചെറിയ പീസ് ഓഫ് ബട്ടർ എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഗാർലിക്കും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതൊരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറിലേക്കൊക്കെ മാറുന്ന ഒരു സമയത്ത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയുക, ഭയങ്കര ഒരു അടിപൊളി ഒരു മണം വരും കേട്ടോ. അത് തന്നെ നമുക്ക് മതി. ഈ കറി അടിപൊളിയാവുമെന്ന് നമുക്ക് മനസ്സിലാവും. ശരിക്കും ഞാൻ എന്താ പറയുക, എനിക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് ഇത്രയും ഇഷ്ടപ്പെട്ടുള്ളൊരു കറിയില്ല കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണേ. ഞാൻ എടുത്തെടുത്തത് പറയും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഗ്രീൻ ചില്ലി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതും ഇതിനൊപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് സോട്ട് ചെയ്ത് ഒന്ന് ഒരു കളർ ചേഞ്ച് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇത് തവിയൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് കുറച്ച് സ്പേസ് ഒന്ന് വിട്ട് ഇളക്കണം കേട്ടോ. ഒത്തിരി അടി ചേർത്ത് ഇങ്ങനെ കുത്തി ഇളക്കരുത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ സ്ക്വയറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം കേട്ടോ, ഓണിയൻ കട്ട് ചെയ്യുന്ന സമയത്ത് എത്രയും ഒരു ഷേപ്പ് വേണം, അതല്ലെങ്കിൽ എത്രയും വലുപ്പത്തിൽ വേണം, കുറച്ചും കൂടെ ചെറുതാക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഞാനിവിടെ നമ്മൾ ചില്ലി ചിക്കൻ ഒക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ ആ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. ആ ഓണിയൻ്റെ പീസസ് ഏകദേശം അതുപോലൊക്കെ തന്നെ എടുത്തു. ഇതിൽ ചെറുതാക്കിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഓണിയൻ ഒത്തിരി ഓവർ കുക്ക്ഡ് ആവണ്ട, എന്നാൽ കുക്ക് ആവുകയും വേണം. ചില്ലി ചിക്കൻ പോലെയല്ല, കുറച്ചും കൂടെ കുക്കാക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നിങ്ങൾക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ എൻ്റെ ഒരു ഐഡിയ വെച്ച് കുറച്ച് ഉപ്പങ്ങ് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഈ ഒരു സമയത്ത് വീഡിയോ ചിലപ്പോൾ ഞാനിങ്ങനെ ഇളക്കി കാണിക്കുന്നതൊക്കെ കുറച്ച് സ്പീഡപ്പ് ആക്കും. പക്ഷെ അത്രയും ഫോഴ്സിലല്ല ഞാൻ ഇത് കുക്ക് ചെയ്യുന്നതും ഇത് ഇളക്കി എടുക്കുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ ഭയങ്കര പതുക്കെ ഒത്തിരി ബലം ഒന്നും കൊടുക്കാതെ ഇളക്കി എടുത്താൽ മതി. ഇതുപോലെ. അപ്പോൾ ചിലപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ എനിക്ക് തന്നെ കണ്ടിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ട് ഒത്തിരി സ്പീഡിലാണോ. അതല്ല കേട്ടോ, വീഡിയോയുടെ നമ്മൾ എന്താ പറയുക, അതിൻ്റെ സ്പീഡ് കൂട്ടുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത്. കണ്ടോ, ഇപ്പം നിങ്ങൾ ആ ഓണിയൻ ഞാൻ എടുത്ത് കാണിച്ചില്ലേ, ആ ഒരു പരുവത്തിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെക്കുക. ഇനി ഇതിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കി എടുത്തിട്ട് നമ്മളൊരു എഗ്ഗ് ഒന്ന് ക്രാക്ക് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ നടുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് അതല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് എഗ്ഗ് ഇട്ടാലും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു എഗ്ഗ് ഇട്ടിട്ടാണ് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് ഒരുപാട് ഓയിലൊന്നും വേണ്ട കേട്ടോ, അത്രയും ബട്ടറൊക്കെ തന്നെ മതിയാവും. പിന്നെ നിങ്ങൾക്ക് ആളുകളുടെ എണ്ണം അനുസരിച്ച് നിങ്ങൾ ചിലപ്പം എന്താ പറയുക 2-3 സവോളയൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു മുട്ട എന്നുള്ള സ്ഥാനത്ത് ഒരു 2 മുട്ടയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഈ എഗ്ഗ് ഓൾറെഡി നമ്മുടെ കടായിൽ ഒരു ചൂടുണ്ടല്ലോ, ആ ഒരു സമയത്ത് ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിലൊന്ന് കുക്കായി വരുന്ന സമയത്ത് ചെറുതായിട്ടൊന്നിങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക എന്ന് പറയില്ലേ, നമ്മൾ ചിക്കി എടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ എഗ്ഗ് ഈ ഓണിയനുമായിട്ടൊന്ന് മിക്സ് ആകത്തക്ക രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് അറിയാമല്ലോ ഇളക്കുന്ന സമയത്ത്. അപ്പോൾ ഞാനിവിടെ ഓണിയനൊക്കെ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്.
നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്, നല്ല മണവും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അഡോണിസ് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയും ചെയ്ത് എന്താ ഉണ്ടാക്കുന്നേ അങ്ങനെ ചോദിച്ചു. കാരണം അവൻ പൊതുവെ നല്ല മണമുള്ള നല്ല രുചിയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മണം പിടിച്ച് അപ്പുറത്തുനിന്ന് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ അവനിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ പ്ലേറ്റിൽ നിന്ന് എല്ലാം എടുത്ത് കഴിക്കുമായിരുന്നു. കാരണം എന്നിട്ട് അപ്പുറത്തുനിന്ന് ദോശയും കഴിച്ചു, ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് ചപ്പാത്തിയും കഴിച്ചു. കറി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് പുള്ളിക്കാരൻ അങ്ങനെ കഴിക്കുന്നത്. കൊള്ളാമെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് കറി നല്ലതായിരുന്നു അല്ലെ എന്ത് വെച്ചാലും അങ്ങനെയാണ് കേട്ടോ. അവന് എനിക്കൊരു എന്താ പറയുക, ഒരു നമ്മളെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന പോലെ തന്നെ പറയും. അങ്ങനെ വലിയ കൊള്ളാത്ത ഐറ്റം ആണെങ്കിൽ അവൻ വലിയ റിപ്ലൈ ഒന്നും തരത്തില്ല, പൊതുവെ അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. എഗ്ഗും അതുപോലെ തന്നെ ഒണിയനൊക്കെ നന്നായിട്ട് മിക്സായി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ചേർത്തത് കുറച്ച് ടൊമാറ്റോ സോസാണ്, അത് ഒരു 1-2 സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ നമ്മളൊരു ചീസ് അങ്ങനെ തന്നെ വെക്കുകയാണ്. ആ ചൂട് തട്ടിയിട്ട് അത് കംപ്ലീറ്റ്ലി മെൽറ്റ് ആയിക്കോളും. അതിനുശേഷം ഞാനിവിടെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും നമ്മൾ കുറച്ച് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയത്തിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം തന്നെ നന്നായിട്ട് ഇത് സെറ്റായി വരും. ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റാണ്, ഞാൻ എക്സ്ട്രാ സോൾട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് കുറച്ച് മാത്രം ഒരു 1/2 ടീസ്പൂൺ അളവിലാണ് ഞാനിവിടെ എടുത്തത്, കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇതിൽ വേറെ മല്ലിപ്പൊടി, ഉലുവ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചേർക്കണ്ട. ഇത്രയും മാത്രമേ ഉള്ളൂ മസാലയായിട്ട് ഞാൻ ഇട്ടത്. കുറച്ച് ഗരം മസാലയും ചില്ലി പൗഡറും പിന്നെ ചേർത്തതെല്ലാം നിങ്ങൾ കണ്ടല്ലോ, സോസൊക്കെയാണ്. കംപ്ലീറ്റ്ലി ഈ ഒരു പരുവത്തിൽ ഇതൊന്ന് കുറച്ച് ഒത്തിരി ഡ്രൈ അല്ല, ഒത്തിരി ചാറായിട്ട് കിടക്കുന്ന രീതിയിലല്ല, ജസ്റ്റ് ഒരു റോസ്റ്റ് പോലെ ആക്കിയെടുക്കുക. ദേ ഇതുപോലെ നല്ല അടിപൊളി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. ഞാനിത് പറഞ്ഞപ്പോൾ ചിലപ്പോൾ കുറച്ച് ഹെവി ആയിട്ട് തോന്നിയെങ്കിലും നിങ്ങൾക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. ഭയങ്കര ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആണ്. കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന ആൾക്കാർക്കൊക്കെ ഇത് അടിപൊളിയാണ് കേട്ടോ. വെറും 10 മിനിറ്റ്സിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആൻഡ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നമ്മൾ അല്ലെങ്കിൽ ഡിന്നറൊക്കെ ചിലപ്പോൾ ചപ്പാത്തിയൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇതിൽ നല്ലൊരു കണ്ടന്റുമായിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം സൂര്യ. ബൈ, ടേക്ക് കെയർ. അപ്പോഴേ നിങ്ങളുടെ കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന ആ ഒരു ഫ്രണ്ടിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ എൻ്റെ വീഡിയോസും റെസിപ്പീസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കണം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.